തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അപ്പോൾ പാർട്ട് 1 ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞു. പാർട്ട് 2 നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു ദൈവം വിഭാവനം ചെയ്ത ആ ഒരു രക്ഷാകര പദ്ധതി. ആദാം അനുസരണക്കേട് കാണിച്ച് ചതിയിൽ നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നതിന് പകരം അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് ദൈവത്തെ പോലെ ആകാനായിട്ട് ശ്രമിച്ച് മരണത്തെ, അതായത് ദൈവം വിഭാവനം ചെയ്യാത്ത മരണത്തെ ഭൂമിയിലെ മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അപ്പോൾ തൊട്ട് ദൈവം രക്ഷാകര പദ്ധതി, പിതാവായ ദൈവം രക്ഷാകര പദ്ധതി പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത്. യേശുക്രിസ്തുവായ മശിഹായുടെ ഭൂമിയിലേക്കുള്ള ആ ഒരു അവതാരമാണ്, അവൻ്റെ ക്രൂശീകരണമാണ് ദൈവം വിഭാവനം ചെയ്ത രക്ഷാകര പദ്ധതി. ഏകൻ്റെ അനുസരണക്കേടിനാൽ മരണം ഈ ഭൂമിയിലേക്ക് വന്നു. രണ്ടാമത്തെ ആദാമായ, അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ, അവൻ്റെ ക്രൂശ് മരണത്തോളമുള്ള അനുസരണത്താൽ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അവൻ മരണത്തെ തോൽപ്പിച്ചു. അപ്പോൾ രണ്ടാമത്തെ ആദാം എന്ന ഏകൻ്റെ അനുസരണത്താൽ മരണത്തെ തോൽപ്പിച്ചു. സങ്കീർത്തനങ്ങളിൽ ആദ്യമായി പറഞ്ഞു വെച്ച് പിന്നെ എബ്രായ പുസ്തകത്തിൽ റീകോട്ട് ചെയ്തിരിക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹനനയാഗം ഇച്ഛിക്കുന്നില്ല, പിതാവായ ദൈവം ഹനനയാഗം ഇച്ഛിക്കുന്നില്ല, പകരം ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് പ്രകാരം ആ ഒരുക്കി വെച്ചിരുന്ന ശരീരം എടുത്ത് പുത്രനായ യേശുക്രിസ്തുവായ ദൈവം ഭൂമിയിലേക്ക് വന്നു. അത് ദൈവത്തിന് തന്നെ യാഗമായി അർപ്പിക്കാൻ യേശുക്രിസ്തുവായ ദൈവം ആ ക്രൂശ് മരണത്തിൻ്റെ അനുസരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ അതുവരെ ഒരു നിഴല് പോലെ ഇവർക്ക് കൊടുത്തിരുന്ന ആ ഒരു യാഗങ്ങൾ, കാളയുടെയും, അതായത് ഇസ്രായേലിയർക്ക് കൊടുത്തിരുന്ന യാഗങ്ങൾ, കാളയുടെയും ആടിൻ്റെയും രക്തം ബലിയർപ്പിക്കുക എന്നുള്ളത്, അങ്ങനെ ഉള്ള രക്തത്താലല്ല, മറിച്ച് സ്വന്തം രക്തത്താൽ പ്രായശ്ചിത്തം നടത്തി. അങ്ങനെ പ്രായശ്ചിത്തം നടത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു നിയമം കൊടുത്തു, ന്യായപ്രമാണത്തിൽ അവർക്കൊരു നിയമം കൊടുത്തിരുന്നു, രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള നിഴലിൻ്റെ പൊരുളാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വന്ന് സ്വയമായിട്ട് ബലിയർപ്പിച്ച് രക്തം ചൊരിഞ്ഞ് ആ രക്തം കൊണ്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോണതുപോലെ യേശുക്രിസ്തു സ്വയമായിട്ട് ബലിയർപ്പിച്ച് ആ രക്തത്താൽ യഥാർത്ഥത്തിലുള്ള അതിവിശുദ്ധ സ്ഥലമായ പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി. അപ്പം ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അവന് ജനിക്കാൻ, ആ യേശുവിന് ജനിക്കാൻ ഒരു ഉത്കൃഷ്ട ജനത്തിൻ്റെ ഒരുക്കം വേണമായിരുന്നു. അതിനായിട്ടാണ് യഹൂദനെ വിളിച്ച് വേർതിരിച്ചത്. ഒരു വ്യത്യസ്ത ജാതിയെ അവരെ മാറ്റിയത് അതിനായിട്ടായിരുന്നു. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് ആ ദേശത്തെപ്പറ്റി ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. മാതള നാരകങ്ങളുള്ള ദേശം, താമ്രം വെട്ടിയെടുക്കുന്ന, പാറയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്ന ദേശം, അങ്ങനെയുള്ള ആ ഒരു കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് യഹൂദർ എന്ന ഉത്കൃഷ്ട ജാതിയെ ആദ്യമേ രൂപപ്പെടുത്തിയെടുത്തു. അപ്പം നമുക്കറിയാം, പിതാവായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഈ യാക്കോബിന് ആ തിരഞ്ഞെടുക്കപ്പെട്ട സന്തതികളെ മാത്രമേ മക്കളായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ യാക്കോബ് എൻ്റെ മകനായ യോസഫ്, അവൻ മിസ്രൈമിലേക്ക് പോയി. എവൻച്വലി അവിടെ അടിമത്തത്തിലായി. നമുക്കെല്ലാവർക്കും അറിയാം, നീണ്ട 440 വർഷക്കാലം, അതായത് 400 വർഷക്കാലം മരുഭൂമിയിൽ അവർ പിന്നീട് യോസഫിനെ അറിയാത്ത ഫറവോ അവിടെ വന്നപ്പോൾ അവർ അടിമത്തത്തിലേക്കായി. പിന്നീട് മോശ എന്ന ഒരു നേതാവ് വഴി അവരെ റെഡ് സീ, ചെങ്കടൽ കടത്തി പുറത്തു കൊണ്ടുവന്നു. മരുഭൂമിയിലൂടെ 40 വർഷം നടന്നു. അങ്ങനെ 440 വർഷക്കാലം പ്രവാസം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ മരുഭൂയാത്ര എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈ ലോക യാത്രയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ ഈ ലോകത്തെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ അടിമത്തത്തിൽ 400 വർഷവും പിന്നീട് മരുഭൂമിയിലൂടെ 40 വർഷമൊക്കെ ജീവിക്കുമ്പോൾ അവരെ ഒരു ടഫായിട്ടുള്ള ഒരു ജനതയാക്കി മാറ്റുമായിരുന്നു. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് അവരിലൂടെ ഒരു വലിയ കാര്യം നേടിയെടുക്കാണ്ട് അവസാനത്തോളം നമുക്ക് പറയുന്ന ക്രിസ്ത്യാനി സഭ പിന്നീട് വരുമ്പോൾ ക്രിസ്ത്യാനികളെ മധ്യാകാശത്തേക്ക് എടുക്കുന്നെങ്കിലും യഹൂദൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ദൈവത്തിന് അവരെ കൊണ്ട് ആ ഒരു പദ്ധതി കംപ്ലീറ്റ് ചെയ്യേണ്ട, അതെന്താണെന്ന് വഴിയേ പറയാം. അപ്പം
ആ ഒരു ജനതയെ ടഫായിട്ടുള്ള ഒരു ജനതയാക്കി മാറ്റാൻ വേണ്ടി അവരെ പകൽ മരുഭൂമിയിലൂടെ നടത്തി. പക്ഷേ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ ദൈവം ഇത്രയും അവരുടെ അരികിലായിട്ടുള്ള മറ്റൊരു ജനതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണും ആയും യാഹ് എന്ന ദൈവം അവരെ അനുയാത്ര ചെയ്ത് മരുഭൂയാത്ര കഴിഞ്ഞ് അവർക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ഒരു കനാൻ ദേശത്തേക്ക് വീണ്ടും പ്രവേശിച്ചു. അബ്രഹാം ആദ്യം പ്രവേശിച്ചു, ഇവർ 440 വർഷം കഴിഞ്ഞ് വീണ്ടും പ്രവേശിച്ചു. അപ്പോൾ ഈ 40 വർഷം മോശയുടെ കീഴിൽ ഇവരിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ വെറുതെ നടക്കുമല്ലായിരുന്നു. അവർക്ക് ന്യായപ്രമാണം ലഭിച്ചു, നിയമങ്ങൾ ലഭിച്ചു, അവർക്ക് സാക്ഷ്യപ്പെട്ടതും കൊടുത്തു, ദേവാലയത്തിൻ്റെ ഒരു രൂപം കൊടുത്തു. അങ്ങനെ വരാനിരിക്കുന്നതിൻ്റെ സകല നിഴലും അവർക്ക് അവിടെ വെച്ച് നൽകപ്പെട്ടു. ലേവി പ്രത്യേക പുരോഹിത ഗോത്രമായിട്ട് തീർന്നു. അങ്ങനെ അവർ മരുഭൂമിയിലൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്ത ആ ഒരു പഴയ തലമുറയെ മുഴുവനായിട്ട് അവർ പട്ടുപോകുന്നുണ്ട്. എന്നിട്ട് പഴയ തലമുറയിലെ യോശുവയും കാലേബും മാത്രമേ ആ ഒരു മരണയോർദാൻ എന്ന് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ പറയുന്ന ആ ഒരു യോർദാൻ നദി കടക്കുന്നുള്ളൂ. എന്നിട്ട് അവർ മരുഭൂയാത്ര അതിജീവിക്കുമോ എന്ന് അവർ ശങ്കിച്ച കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ മാത്രം ആ ഒരു യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കാലുകുത്തുന്നുണ്ട്. അപ്പോൾ ഈ 40 വർഷത്തെ മരുഭൂയാത്ര കഴിഞ്ഞ് അവർക്ക് ന്യായപ്രമാണങ്ങളും 10 കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം നൽകി കഴിഞ്ഞ് മോശ ആ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മോശ മരിക്കുന്നുണ്ട്. മോശയെ ദൈവം കബറടക്കി എന്ന് പറയുന്നു. പിന്നീട് മോശയുടെ ശിഷ്യനായ പ്രാർത്ഥനാ മല്ലനായിരുന്ന യോശുവയുടെ നേതൃത്വത്തിൽ അവർ യോർദാൻ കടന്നു. യോശു അവർക്ക് ഇപ്പുറം കടന്ന് 12 ഗോത്രങ്ങൾക്കും അവരുടേതായ സ്ഥലം വീതിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ലേവ്യ ഗോത്രത്തിന് അവരുടെ വിഹിതം എന്ന് പറയുന്ന ദൈവമാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് സ്ഥലം കൊടുത്തില്ല. ബാക്കി എല്ലാ ഗോത്രങ്ങൾക്കും സ്ഥലം വീതിച്ച് നൽകുന്നുണ്ട്. അതിൽ യോസഫിൻ്റെ മക്കൾക്ക് 2 അവകാശം കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരിങ്ങനെ മോശ മരിച്ചു കഴിഞ്ഞ് യോശുവയുടെ കീഴിൽ യോർദാൻ നദി കടക്കുമ്പോൾ കുത്തി ഒഴുകുന്ന യോർദാൻ നദിയാണ്. ആ ഒരു യോർദാൻ നദി എങ്ങനെ കടക്കും എന്നിവർ അത്ഭുതപ്പെട്ട് നിന്നപ്പോൾ സാക്ഷ്യപ്പെട്ടകൻ ചുമന്നിരുന്ന ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിത വർഗത്തിൻ്റെ ഉള്ളങ്കാൽ ആ ഒരു വെള്ളത്തിൽ തൊട്ടപ്പോൾ ഒരു സൈഡിൽ വെള്ളം ചിറകെട്ടിയ പോലെ നിൽക്കുകയും മറ്റേ സൈഡിലെ വെള്ളം മെഡിറ്ററേനിയൻ സീയിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഉണങ്ങിയ നിലത്തൂടെയാണ് അവർ ആ ഒരു കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എബ്രായ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിളി കേട്ടവരെല്ലാം യോർദാൻ നദി കടന്നില്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പഴയ തലമുറ മരുഭൂമിയിൽ, പഴയ മനുഷ്യൻ അത് മരുഭൂമിയിൽ പട്ടുപോകണം എന്നൊരു സൂചനയാണ് അവിടെ തരുന്നത്. അതായത് വിളി കേട്ടവരായ ഏവരുമല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരായ ചുരുക്കം ചിലർ മാത്രമേ ദൈവത്തിൻ്റെ നിത്യജീവൻ എന്ന സ്വസ്ഥതയിൽ, നിത്യമായ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയുള്ളൂ എന്നീ ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് എബ്രായ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, യുക്തിവാദികൾ പറയുന്നത് യേശുക്രിസ്തു യഹൂദനായിട്ട് മാത്രം, അതായത് യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വന്നു എന്നാണ് അവർ പറയുന്നത്. അത് വളരെ തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലാണ്. യേശു മശിഹ ഭൂജാതനായത് യഹൂദന്മാരിലാണ്, ഇസ്രായേലിലാണ്. എന്നാൽ പോലും അവൻ യഹൂദനും യവനനും അടങ്ങുന്ന സർവ്വഭൂവാസികളുടെയും രക്ഷയ്ക്കായിട്ടാണ് വന്നത്. രക്ഷ ആദ്യം യഹൂദനും പിന്നെ യവനനും, അവൻ്റെ അടുക്കലേക്കാണ് രക്ഷ വന്നത്. അപ്പോൾ കൈക്കൊണ്ട യഹൂദന്മാരെല്ലാം രക്ഷപ്പെട്ടു. ശേഷിച്ച യഹൂദന്മാർ, അതായത് യഹൂദന്മാർ മുഴുവനായിട്ട് ആ ഒരു രക്ഷ ഉൾക്കൊള്ളാഞ്ഞതുകൊണ്ട് രക്ഷ യവനൻ്റെ അടുക്കിലേക്ക് പോയി. യവനൻ വിശ്വസിച്ച യവന, അതായത് ലോകത്തെ രണ്ടായിട്ട് തിരിച്ചിട്ട് യഹൂദനല്ലാത്തവനെല്ലാം യവനൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കുക, അതരം കൊണ്ട് അവനെ ഏറ്റുപറയുകയും ചെയ്ത എല്ലാവരും രക്ഷിക്കപ്പെടും. അപ്പോൾ യവനൻ രക്ഷിക്കപ്പെട്ടു. ആ ജാതികളെല്ലാം ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അവരെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നവരെ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും. യഹൂദന് വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും ചെയ്യും. ഇന്ന് യഹൂദനും യവനനും ഈ ക്രിസ്തീയ സഭ, യേശുവിൻ്റെ മണവാട്ടി സഭ, അങ്ങനെ 3ആയിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ജനത്തിൻ്റെ കൂട്ടമായ ദൈവസഭ, ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവന് നിത്യജീവനുണ്ട്.
അപ്പോൾ എന്താണ് ഈ നിത്യജീവൻ അഥവാ ഇറ്റേണൽ ലൈഫ്? മരണമില്ലാത്ത സഭ